ഹ്യൂസ്റ്റണിലെ 90 മിനിറ്റ് വരെ ഓരോ ഫുട്ബോൾ പ്രേമിയും ശ്വാസമടക്കി പിടിച്ചായിരിക്കും ആ മത്സരം കണ്ടത്. ബ്രസീലിന്റെ പോരാട്ട പെരുമയ്ക്ക് മുന്നിൽ വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത ഒരു രാജ്യത്തിന്റെ മേൽവിലാസമാണത്. ലോകകപ്പിൽ നിന്ന് 2-1 ബ്രസീലിനോട് പുറത്തായെങ്കിലും മനം കവരുകയാണ് ഈ സാമുറായി പട. ഇന്നലെ ഹ്യൂസ്റ്റണിൽ സംഭവിച്ചത് ഏഷ്യൻ സാമുറായികളുടെ ഒരു ഗംഭീര പ്രകടനമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ബ്രസീൽ ഒന്നടങ്കം വിറച്ച നിമിഷം. ഫുട്ബോളിന്റെ എല്ലാ പെരുമയും ചരിത്രവും അവകാശപ്പെടുന്ന രാജ്യത്തിനെതിരെ ജപ്പാൻ സംഘം ഒരിക്കലും പൊളിക്കാൻ സാധിക്കാത്ത ഒരു പ്രതിരോധ പൂട്ടിൽ പൂട്ടിയത് കണ്ടവരാണ് നമ്മളെല്ലാവരും. എങ്ങനെയാണ് ജപ്പാൻ ഫുട്ബോൾ ഈ നിലവാരത്തിലേക്ക് ഉയർന്നത്? അതിനു പിന്നിൽ ഒരു ദശാബ്ദത്തിന്റെ കഥയുണ്ട്. ലാറ്റിൻ അമേരിക്കയും യൂറോപ്പും എല്ലാം ലോക ഫുട്ബോളിന്റെ കളിത്തട്ടിലാവുന്ന കാലത്ത് ഒരു മേൽവിലാസവും അവകാശപ്പെടാനില്ലാതെ ഒരു ഏഷ്യൻ രാജ്യം, അതെ, ഒരു ഇരുണ്ട യുഗത്തിൽ നിന്ന് അവരുടെ പേരും പെരുമയും ലോകം ഒന്നാകെ ഫുട്ബോളിൽ അടയാളപ്പെടുത്തുന്നുവെങ്കിൽ അതിന് പിന്നിൽ അവരുടെ പോരാട്ട വീര്യം ഒന്ന് തന്നെയാണ്. യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും വമ്പൻ ടീമുകളെ എല്ലാം വിറപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ഏഷ്യൻ ടീം അത് ജപ്പാൻ മാത്രമാണ്. 1990കളുടെ അവസാനത്തിലാണ് ജപ്പാൻ ഫുട്ബോളിന്റെ വളർച്ച ആരംഭിക്കുന്നത്. അവരുടെ 1-ാം ഡിവിഷൻ ലീഗായ ജെ ലീഗിനെ ഒന്നടങ്കം അവർ പൊളിച്ചെഴുതി അവിടെ നിന്ന് തുടങ്ങിയതാണ് അവരുടെ ഫുട്ബോൾ പരിഷ്കാരങ്ങൾ. പിന്നീട് ജപ്പാനിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ സിസ്റ്റം അവർ വളർത്തിക്കൊണ്ടുവന്നു. 1992 ഏഷ്യൻ കപ്പിൽ സൗദിയെ പരാജയപ്പെടുത്തി അവരുടെ കന്നിക്കിരീടം അവർ ഉയർത്തിയതോടെ ജപ്പാൻ ഒരു മേൽവിലാസമുണ്ടാക്കി ഫുട്ബോളിൽ. 1998 ഫ്രാൻസ് ലോകകപ്പിൽ ആദ്യമായി യോഗ്യത നേടിയതു മുതൽ ഇന്ന് 2026 ലോകകപ്പിൽ വരെ തുടർച്ചയായി യോഗ്യത നേടി അവർ അവരുടെ കരുത്തറിയിച്ചു. അതെ, ജപ്പാൻ ടീമിലെ കളിക്കാരെല്ലാം കളിക്കുന്നത് യൂറോപ്പിലെ വമ്പൻ ലീഗുകളിലാണ്. അവിടെയാണ് അവരുടെ വിജയവും മികച്ച ഒത്തിണക്കത്തോടെയുള്ള ഫുട്ബോൾ കളിച്ച് ലോക ഫുട്ബോളിലെ തന്നെ വമ്പന്മാരെ വരെ വിറപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നതും. അതെ, കുമ്മായ വരക്കപ്പുറത്ത് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ അവർ മടങ്ങുമ്പോൾ ലോകം അവരെ നോക്കി കൈയടിക്കുകയാണ്.